നീ ആരോടല്ലേ കളിക്കുന്നത്? ഞാൻ പറഞ്ഞു ഈ കുടുംബം നിർത്തിയിട്ട് വെച്ചേക്കുന്നല്ലോ. നിർത്തിട്ടേക്കല്ല അത്. ഹലോ സ്റ്റിയറിംഗ് ഒരു കയ്യിരുന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നല്ല പവർ എടുത്തല്ലേ? ഒരു റീസൺ കണ്ടുപിടിക്കാൻ നല്ല പവർ എടുത്തല്ലേ? ആദ്യമേ തന്നെ ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ലൈവിൽ പറഞ്ഞായിരുന്നു. ഞാൻ അതിനെ പറ്റി ഒന്നിൽ പറഞ്ഞ അവന്മാർ എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് എന്താണ് ട്രാക്ടറാ? ഹലോ എടേ നിനക്ക് പറ്റൂടെ? എന്തിനു വണ്ടി ഇത്? അണ്ണു എനിക്ക് റോളല്ലോ ഉണ്ടോ? ആ മറ്റേ കുഞ്ഞാളി ഒളിച്ചോടി പോയ ബാലന്റെ ബാലന്റെ ഒരു പുറപാത്രം ഉണ്ട്. എടാ ഈകളെ അത് നടക്കോ? എന്ത് കോളടാ ഈകളെ? ഓ പറഞ്ഞു നടക്കുന്നത് അവിടെ കൊറേ പേര് പോയല്ലോ പതില്. ഞാൻ ഒരു കൂട്ടം പോയത് ഡീമൻ രക്ഷപ്പെട്ടോ അവിടെ. നേടാ സോയി നീ ഇടിച്ചിട്ടുണ്ട്. ഞാനല്ല മുട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ബാറ്റ് ആണെങ്കിൽ നോക്കിയാൽ എന്തിനാ നോക്കിയാൽ എന്തൊരു നാക്കണ, എന്തൊരു നാക്കിന് മര്യാദക്ക് അവഴിക്ക് പോയതല്ലേ. എടാ എല്ലാരും ഇടിച്ചിട്ടാ എന്നെ. ഹലോ പുള്ളി പോയത് ഷൗട്ടക്സ് ഒക്കെ എന്റെ മുന്നില്. വെയിറ്റ് ചെയ്യണം, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്ത വളവിൽ പോണേ. മതി വന്നാ മതി. അങ്ങോട്ട് എടാ ഗോകു തോറ്റു കഴിഞ്ഞാലേ ഗ്ലൗസ് ഇല്ലാത്തോണ്ടാന്ന് പറയും കേട്ടോ. ഇനി പച്ചക്കറി അരിയാൻ കൊണ്ടുവരും. ഇത് ഏതൊരു കേടായ വണ്ടി ഓടിക്കുന്ന പോലെ. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇത് കേടാ വണ്ടി ഓടിക്കുന്ന പോലെയാണേ. എന്റെ വണ്ടിക്ക് 5 മണിയുള്ള വണ്ടിയത്. നീലെന്തോ ഓപ്പൺ ആകാൻ പിന്നെ കണ്ടിട്ടില്ല ആഷ്ബോർഡല്ലേ ചേട്ടാ. പിന്നെ എവിടെ കാണാൻ? എന്നെ ഇടിച്ചപ്പുറത്തെ വെള്ളം കളഞ്ഞ എല്ലാരും കൂടി. ഡോൺ ചേട്ടാ പേടിക്കല്ലേ, പാനിക്കാവല്ലേ, തളർന്നു പോവരുതേ. പോകരുതേ. ഡോൺ ചേട്ടാ അയിനോ ഇനി എന്നെ കിട്ടുപോലും ഇല്ലല്ലോ. ഇനി നിങ്ങൾക്ക് എന്നെ കാണാൻ പോലും പറ്റില്ലല്ലോ. ഇനി എന്നെ നീ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി കാണത്തില്ല. നോക്കിയോ ഇപ്പൊ ഈ വളവിടെ കഴിയട്ടെ. നീ അവിടെ ഇതടിച്ചുണ്ടല്ലോ. ആര്? ഞാൻ അടിച്ചിട്ടില്ല. എന്റെ ലൈവ് നോക്ക്. ഒന്നും പിന്നിട്ടില്ല. എന്റെ ലൈവ് നോക്ക്. ഞാൻ ലൈവാ. പെണ്ണേ നിൻ ചിരിയിൽ മയങ്ങി പൂവേ പൂവാളെ കുന്നോളം പറയാനുണ്ട് ആവാ കണിമലരെ. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. കറണ്ട് പോയി പറഞ്ഞ ലൈവ് ഓഫ് ചെയ്യാം. എടാ ആ പാട്ടിന്റെ പേരെന്തോടാ? മടിയിൽ കൊണ്ട് മുടി ചൂടി. മടിയിൽ ചൂടിയ കിടാവ്. മടിയിലിരുത്തി എന്തെന്ന് കൂടി ഇതെന്തോടാ ഇവിടെ മടിയിൽ ചൂടിയ കിടാവ്. ചേട്ടാ
എടാ നീ ആ കണ്ണാടി ഒന്ന് ഊരി വേടാ പ്ലീസ്. ഗോക്കു റിയർ മിററിൽ ഗോക്കു എനിക്ക് വയ്യ മരിച്ചിരിക്കാൻ ഊരി വെക്കടാ അത്. കേക്കത്തില്ല. റിയർ മിററിലെ ഗോക്കുനെ വണ്ടി കാണിക്കുന്നില്ല. നിങ്ങള് വിലക്കെട്ട് വെച്ചതാണ് തിരിഞ്ഞോട്ട് കാണിക്കുന്നു. ഞാൻ ഒരു മുടി ചൂടാൻ നോക്കാൻ വേണ്ട. ഇത് വാമപ്പ് ചില്ലാവ് നിങ്ങള് വാമപ്പിൽ ഞാൻ എന്റെ ഗോക്കുവിന്റെ വണ്ടി നേരെ ഗോക്കു വാമപ്പിൽ എനർജി വേസ്റ്റ് വെറുതെ സ്റ്റിയറിംഗ് ഇത്ര നേരം പിടിച്ചുകൊണ്ടിരുന്ന് അപ്പോൾ നമ്മുടെ എനർജി കളയേണ്ട എന്ത് ആവശ്യമുണ്ട്? എനിക്ക് വാമപ്പ് ശരിക്കും പറഞ്ഞാൽ വേണ്ടാത്തൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ പോകാറിയാൽ നമുക്ക് എന്തിനാണ് വാമപ്പ്? Eagle let boats win in practice. അത് ചെയ്യട്ടെ. ഇതൊക്കെ എന്റെ സ്വന്തം കമന്റ് തന്നെ കളിയാ. അണ്ണാ എംബാർസി ആവല്ലോ. ഈ കാറിന് 5 ഗിയർ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇതേ മാറ്റത്തില്ല. ഇതേ 5 ഇന്ന് കൊണ്ടുപോയി നീ പോയിരുന്നു 5 ഗിയർ ഇട്ടില്ലേ? എൻ്റെ കൂടെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. കൂടെ ഒരാൾ വെച്ച് പിടിച്ച് വരുന്നേ. എൻ്റെ കൂടെ വരുന്നുണ്ട്. കാണിച്ചു തരാം. അതേണ്ടാ വരുന്നുണ്ടാ. അയ്യോ സോറി പോരടാ. ഒരു അറാമ്പുറ കാണിച്ചാ ചതിച്ചല്ല. വാമപ്പൊരു കുഞ്ഞുമെല്ലാം മതിയായിരുന്നു കേട്ടാ. ഇതാകുമ്പോ എല്ലാം മാപ്പാവും. എല്ലാം ഫുള്ളങ്ങ് മാപ്പാവും. കേൾക്കുന്നില്ലല്ലോ. ഇത് വാമപ്പായോണ്ടാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. തിരിച്ചില്ലേ പറയണം. ഇനി നിങ്ങളെ കുറച്ച് ഞാൻ സ്കിൽസ് വേണേൽ കുറച്ച് നേരം കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കിക്കോ, ഇവിടെ നിന്ന് നോക്കിക്കോ. നിർത്തിയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അതാ നിന്റെ സ്കില്ല്. പാത്താള് ഇവിടുന്ന് ഡോൺ ചേട്ടനെ പിടിക്കുക. ഇവിടുന്ന് പിടിക്കണം. ഡോൺ ചേട്ടന് ആ ഒരു ഇത് തോന്നണം. അവൻ അത്രയും ബാക്കിൽ നിന്ന് വന്ന് എന്നെ പിടിച്ചല്ലോ. ഡോൺ ചേട്ടൻ മൂക്കിനകത്ത് കണ്ണു കാണില്ല. അത് വെച്ചാ അല്ലാഞ്ഞിട്ട് കാണാൻ പറ്റില്ലായിരുന്നു. ഏതാ പാട്ടൊക്കെ റേസ് പറ്റിയ പാട്ടല്ലേ? പാനിക്കാവല്ലേ ഡോൺ ചേട്ടാ. ഞാൻ ഇപ്പൊ കേറും. അടുത്ത വളവിൽ ഞാൻ കേറുവാ. നീ ഒരേക്കർ അപ്പുറത്താ. നീ കണ്ണാടി സൂമായി കാണുന്ന. അല്ലല്ല, ഡോൺ ചേട്ടൻ തൊട്ടടുത്തുണ്ട്. പാനിക്കാവല്ലേ ഡോൺ ചേട്ടാ. ചില്ലായിട്ട് കളി. നീ എന്തിനല്ലേ വരക്കണം? എടുത്തല്ലോടാ നീ. ചില്ലായത് നീ ഒന്ന് പറഞ്ഞില്ലേ ഇത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച ഇപ്പൊ ഞാൻ ആയതുകൊണ്ട് വിചാരിച്ചത് ഞാൻ ഫസ്റ്റ് പോകില്ലായിരുന്നു.
അവിടെ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തിരിച്ചു വന്നോണ്ടോ ഇത്രയുള്ള എനിക്ക് സത്യം പറഞ്ഞത് ഞാനിത് വാമപ്പായോണ്ട് എനിക്ക് കളിക്കാൻ ഒരു മൂഡില്ല മനസ്സിലില്ല മനസ്സിലായോ വേണേ ടോൺചേട്ടനെ ഒന്നുകൂടെ കയറ്റി വിട്ടിട്ട് പിടിക്കാം അച്ഛന്മാരി മോനെ ഒന്ന് കയറിപ്പോയി ഒന്ന് കയറിപ്പോയി ടോൺചേട്ടൻ എന്തോ വലുത് വരുന്നുണ്ടല്ലോ ടോൺചേട്ടാ ഇല്ല കറക്റ്റാ അയ്യോ ഞാൻ മേടിക്കറി പോയി ഹലോ ആരാ? ഇതാരാ? വേറെ അത് തന്നെ ആശുപത്രിയിലാണോ അത്? സോയൊക്കെ ഇപ്പൊ മിഷ്യൻ ഡ്രൈവർ ആയിട്ടാ ഈ കാഴ്ച കണ്ടുവരുന്നുണ്ട്. അന്ന് ഓ ഞാൻ പറയല്ലേ സോയി നീ രാപ്പകലില്ലാതെ ഇപ്പൊ ഇത് വെച്ചാൽ നിനക്ക് നിന്നെ DODC സെന്ററിലൊക്കെ കൊണ്ടുപോയി നമ്മൾ അറിഞ്ഞു എന്നിട്ട് ഞാൻ വല്ലപ്പോഴും കളിക്കുള്ളത് വീട്ടിൽ പിടിക്കാൻ പോവാ പേടിക്കല്ലേ ചേട്ടാ പേടിക്കല്ലേ ഫൈനലി കഴിഞ്ഞല്ലോ. നിങ്ങൾ റേസ് തീർത്താ ഹലോ ഒരാളോടുണ്ട് കേറല്ലേ ചേട്ടാ പോയി അല്ലെ നമ്മളിവിടുന്ന് കേൾക്കുമ്പോ വേറെ എന്തൊക്കെ തോന്നുന്നുണ്ടാ നമുക്ക് പിയോയില്ല ഒരു ദിവസം മലയാളം സ്ട്രീം ചെയ്യാന്നാ ഒരു ദിവസം മലയാളം സ്ട്രീം ചെയ്യാം ബ്രോ ആക്ച്വലി മലയാളം അറിഞ്ഞൂടാ അതാണ് മലയാളത്തിൽ സ്ട്രീം ഇടാത്തത് അതുകൊണ്ടാണ് ഞാൻ US ജനിച്ചതായതുകൊണ്ട് എനിക്ക് മലയാളം വലുതായിട്ട് വരില്ല അതുകൊണ്ടാണ് ഒരു ദിവസം ചെയ്യാം ഒരു ദിവസം മലയാളത്തിൽ സ്ട്രീം ചെയ്യാം ട്രൈ ചെറുതായിട്ടായാലും മതി ട്രൈ ബ്രോ എന്ത് ആൾക്കാർക്ക് ഈഗോ ക്യാമറ കുറച്ചുകൂടെ റൈറ്റോട്ട് ആക്കാവോ എന്തിനാളിയാ നീ ഒരു സൈഡിൽ പോയി മറ്റേ പിണങ്ങിയിരിക്കുന്നു സത്യം ക്യാമറ അങ്ങോട്ട് ചരിഞ്ഞു പോയതാളിയാ ഇപ്പൊ ഓക്കെ അല്ലേ ടോപ്പ് വ്യൂ വെക്കാൻ പറ്റുമോ മോളിന്ന് അതാകുമ്പോ അടിയിലും കാണാം നിനക്ക് എന്തിനു അതല്ല അതാകുമ്പം എല്ലാം മോളിന്ന് കഴിഞ്ഞാല് ഒരു ഇൻവൈറ്റ് കൂടെ നിങ്ങക്ക് ശരിക്കുള്ള പ്രശ്നം എന്തായിരുന്നു നിങ്ങക്ക് മനസ്സിലായിരുന്നു എന്റെ ഡ്രൈവിംഗ് കണ്ടപ്പം This one. നിങ്ങക്ക് ഞാൻ ക്ലൗഡ് വേണം വീട്ടിൽ ക്ലൗഡ് ചെയ്യാതെ എന്റെ കളം ഇപ്പഴാണെ പറയാൻ റീസണെങ്കിലും ഉണ്ട് ഈകളെ കളം അങ്ങ് മാറി കൊള്ളാം കൊള്ളാം ഫസ്റ്റ് തുടക്കം എന്തായാലും ഒരു ചെറിയ പ്രൈസിലാണ് തുടങ്ങാം ഇനി ഇത് പോയിന്റ് ആണ് പുതിയ പോയിന്റ് സിസ്റ്റം പറഞ്ഞു കൊടുക്കുക ഫസ്റ്റിന് 3 പോയിന്റ് സെക്കൻഡിന് 2 പോയിന്റ് തേർഡിന് 1 പോയിന്റ് അതാണ് പുതിയ പോയിന്റ് ഒരു മൈനസ് ഇന്ന് കൊയ്യും ഞാൻ ഇന്ന് കൊയ്യും പോയിന്റ് കൊയ്യാൻ പോവാണേ പിന്നെ പ്രതീക്ഷ ഇടാല്ലേ ഗോട്ട് വേഴ്സസ് സ്റ്റിയറിംഗ് ലോഗോ ഏതാ റെഡി കൊടുത്തോ ഞാൻ റെഡി കൊടുത്തേക്കുവാ 2 4 6 8 പേര് എടാ മേളില് കോൺവോ 8 എന്ന് എഴുതിയേക്കുന്നത് കണ്ടില്ലേ അളിയാ
ഓ പ്രതീക്ഷ DNF ആവാതെ ഒരെണ്ണം ജയിക്കേ. ഇവൻ നമ്മുടെ ഡ്രൈവിംഗ് സിമുലേറ്റർ സ്ട്രീംസ് ഒന്നും കാണാത്തൊരുത്തനാ, മനസ്സിലായ? കാണുന്നതാണ് തോന്നുന്നു നിന്റെ എല്ലാ സ്ഥലത്തും കാണാൻ തോന്നുന്നു. കറക്റ്റ് പറഞ്ഞല്ലോ. സ്ഥിര പ്രേക്ഷകനാ. ഗ്ലാസ് ഊരിവെക്ക്. ഞാൻ ഒരു ശബ്ദം ചെയ്താൽ ഞാൻ അത് പിന്നെ മാറ്റൂല, മനസ്സിലായ? തല പോയാ പോലും. എടാ പാച്ചുവേ, ഫുഡ് വന്ന് ഫുഡ്. ജയിക്കണേ അണ്ണാ, ജയിച്ചിരിക്കും. തീവണ്ടി എങ്ങനെയാ കൊക്ക് തിരിയോ? എടാ പാച്ചുവേ, ഫുഡ് വന്ന്. വണ്ടി തിരിയോ? എടാ, ഒരു ലാപ്പേ ഉള്ളോ? ആ വല്ലാപ്പേ ഉള്ളു. ഈ 4 ലക്ഷം വോട്ട് ആർക്കാ 4 ലക്ഷം വോട്ട്? 4 ലക്ഷം ഗോട്ടിന് അവനാ അത് 3.95 4. എന്നാലേ ഇവര് ഹരമുള്ളൂ. അളിയാ രാത്രിയിലത്തെ റേസ് ഇടല്ലേ അളിയാ? ഈ രാത്രി മൊത്തം പിന്നെ ഫ്രണ്ട് കാര്യമില്ലല്ലോ. ഗോട്ട് ഫസ്റ്റാണോ? വഴിതടയൽ സമരം. അടുത്തൊരാണെങ്കിൽ എന്റെ ലിവർ നോക്കണേ. അടുത്ത് വരുവാണെങ്കിൽ ഇവർ നോക്കണേന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞു കൂടിയടാ. അത് ആരായിരുന്നു അയ്യത്തോട്ട് പോയത്? ഞാൻ തന്നെ അപ്പുക്കുട്ടാണോ? റീസെന്റ് അടിച്ചല്ലേ? എന്നെ ഇടിച്ചിട്ടോ പോരാ കേട്ടോ, പറയാം. ആശേ അത്രയുള്ള ഗോട്ട് വേണോ? ഒന്നുമില്ല എനിക്ക് കോപം കിട്ടോടാ ഈ കണ്ടോട്ടറൊക്കെ കിട്ട് ഇതുകൊണ്ടാ ഹാൻഡ് ബ്രേക്ക് എന്തിനാ സാമാനില്ല വരുന്നുണ്ടോ? നീ പകോട്ട് പോലെ പോലെ ഇതെവിടെ പോയി? ബ്രേക്ക് കൊടുത്തിരിക്കുന്ന എന്റെ ഹാൻഡ് ബ്രേക്ക് ഇല്ല, എനിക്ക് അങ്ങനെ വരാൻ പറ്റും. എന്റെ സ്റ്റിയറിംഗ് ഊരി വന്നടാ. ബ്രേക്ക് ആയിട്ട് ഉപയോഗിക്കില്ല. ആരോ വനം വകുപ്പ് നല്ല കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. കാട് ലൈവ് കാണുന്നത് ഞാൻ രണ്ടുപേരെയും കാണുന്നുണ്ട്, വാറ്റിന്റെയും കാണുന്നുണ്ട്, വാസന്റെയും കാണുന്നുണ്ട്. എന്തിനടിക്കുന്നു തോയി?
അവിടെ വഴി മൊത്തം മണ്ണെണ്ണ ഞാൻ പിന്നെ എങ്ങനെ പോകും? അടി അത്രയുള്ളൂ. എന്തൊരു വളമാണിത്. ഒരാള് കൊക്കെ പോയി. ബ്രേക്ക് യൂസ് ചെയ്യണം. വിചാരിച്ചു ചെയ്തല്ല. ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തോണ്ടേ ബ്രേക്ക് കിട്ടില്ല. ഈ നശിച്ച വണ്ടി കൊണ്ട് ഓവർടേക്ക് സമയത്താകുമ്പോഴത്തേക്കും ടൂ ബാഡ്. ഭീമൻ താഴെ 5ാമത്. ബട്ട് 5 അല്ല 6. എന്റെ വീല് ഊരി പോയി കൈസ്, എന്റെ സത്യമുണ്ട്. വീലിൽ പോയതാ ആ മറ്റേ ഊരിയൊക്കെ പറ്റാല്ല. സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. കഷ്ടോ ഞാൻ അത് കണ്ടേ. ചെറിയ ഷോട്ട് കിട്ടുന്നത് കുഴപ്പമില്ല, ചെറുതൊന്നും കുഴപ്പമില്ല, വലുതൊക്കെയാണ് പ്രശ്നം. 2 പഞ്ചായത്തൊക്കെ പ്രശ്നം. കൊക്ക റോഡ് എടുക്കുന്നുണ്ടായിരുന്നു. ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ എങ്ങനെ മറ്റേ വോട്ടായി പോയില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ? ആയി പോയി അത്. അതെന്തൊരു അത് കഴിയായിരുന്നു. പൊട്ടാത്ത സ്ഥലം എടുത്തണം. ചെറുതായിട്ട് കുഴപ്പമില്ല. ഇല്ല ഉറപ്പില്ല. നേരെ വിട്ടോ. നമ്മള് മാത്രമേ കണ്ടിട്ടുള്ളൂ. എപ്പോഴിങ്ങനെയാടാ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ പോകാൻ പറ്റിയില്ലല്ലോ. ഇതെന്താ ഇത്? ഓപ്ഷനും ഇല്ല. ഡോൺ ചേട്ടൻ നിൽക്കണ്ടായോ? വാവ്. അത് ചെറുതായിട്ട് വണ്ടി ഒന്ന് ഇത് ടയറൊന്നും ഗ്രിപ്പ് കിട്ടിയില്ല. അതാ ഇതൊക്കെ ഇമാര് തണ്ടിത്തരം കാണിക്കും, നോക്കിയോ ഇതൊക്കെ. ആക്റ്റീവ് അത് കാണിക്കണം. നമ്മളിങ്ങനെ തന്നെ ഫുള്ള് കളിച്ചോണ്ടേ. ചറിയോ? നമുക്ക് ഫുള്ള് പോവാം. റോഡ് ഫുള്ള് വന്നോണേ, കള്ളം കാണിക്കല്ലേ. ഇല്ല, റോഡ് എല്ലാരും വരുന്നത്. ആരും കാണിക്കില്ല. എല്ലാരും റോഡിൽ കൂടെ വരുന്നത്. അങ്ങനെ വെച്ചിട്ട് എന്ത് കിട്ടാനാ? സത്യം. അങ്ങനെ വെച്ചിട്ട് എന്ത് കിട്ടാൻ ആർക്ക്? ചാറ്റ് പറയുമ്പോ ചാറ്റ് പറ. എല്ലാരും സംസാരത്തിൽ എന്തോ ഉണ്ടല്ലോ. അതെന്തുണ്ട്? ഇല്ല, എല്ലാരും റോഡിൽ കൂടെ തന്നെ വരുന്നേ. അങ്ങനെ ഇങ്ങനെ എത്തിയോ എന്തോ. ഞാനൊക്കെ പ്രോപ്പർ ഡ്രിഫ്റ്റ്, എന്റെ ഡ്രിഫ്റ്റ് ഒക്കെ നമുക്ക് കാണുന്നില്ല പുറയില്. സത്യം വളരെ വിഷയം. രണ്ടുപേര് ലാസ്റ്റ് 3 പേര് വേറെ ട്രാക്കിലാന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട്. ഹലോ. ലാസ്റ്റ് ഈ മലയൊക്കെ കണ്ടുവരുന്നുണ്ട്. മല റോഡ് എക്സ്പ്ലോറിംഗ് ആണല്ലേ? ഈ വണ്ടി കളിക്കണം ബ്രോ. നല്ല തിരിവുകൾ.
നടന്നകവും 4 പേര് മുമ്പിലായി. ഇപ്പൊ മനസ്സിലായില്ലേ നീ ജോയ്സ്റ്റിക്കിൽ വരുമ്പോ നമ്മള് കളിപ്പിക്കാത്തത്. ഉള്ള ഗോട്ടിന്റെ മാസ് കേട്ടോ അത് ഒക്കെയല്ലേ ഒക്കെയല്ലേ നീ ആരോടല്ലേ കളിക്കുന്നത്? ഞാൻ പറഞ്ഞു കൈ ഈ കുടുംബം നിർത്തിയിട്ട് വെച്ചേക്കുന്നല്ലോ. നിർത്തിട്ടേക്കല്ല അത്. ഹലോ സ്റ്റിയറിംഗ് ഒരു കയ്യിരുന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നല്ല പവർ എടുത്തല്ലേ ഒരു റീസൺ കണ്ടുപിടിക്കാൻ. നല്ല പവർ എടുത്തല്ലേ വലിച്ചൂരൊക്കെ നല്ല മസിലുണ്ടല്ലേ നിനക്ക്. ആദ്യമേ തന്നെ ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ലൈവിൽ പറഞ്ഞായിരുന്നടാ എന്റെ ഇത് ഊരിപ്പോയെന്ന്. നീ നേരത്തെ ആസ്കിച്ച് ഞാൻ മനസ്സിലായി. അത് കൊള്ളാം. ഇല്ലളിയാ ഇത് സത്യവളിയാ. മസിലൊക്കെ ഉണ്ട്. സത്യമായിട്ട് എന്റെ ഇത് ഊരിപ്പോയതാ. അപ്പൊ ഒരു സൈഡ് പറഞ്ഞു നോക്കോണ്ടിരുന്നത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ആശേ ഇറ്റ്സ് ഓക്കെ. എന്റേതല്ലാത്ത ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തൂല. എനിക്ക് അറിയൂടെ അവരെ. നല്ല തെറി വിളിക്കുന്നത്. ആശേ അണ്ണ വണ്ടി നിർത്തിട്ടേക്കുക ഇതുവരെ. അതാ പറഞ്ഞു ഇപ്പഴേ കുത്തക്കേന്ന് പറയണ സ്റ്റിയറിംഗ്. ആശയ നീ എന്നിട്ടും റീഫണ്ട് ഒന്നുമില്ലേ? റീഫണ്ട് ഇല്ലേ? എടാ അങ്ങനെ നാണം കെട്ട അവനൊക്കെ പോയിന്റ് റീഫണ്ട് ഒന്നുമില്ലേ? അയ്യോ റീഫണ്ട് നമ്മളെ 1 കിലോമീറ്റർ അത് ആദ്യമേ ഊരിപ്പോയ ഡിസ്കംഫർട്ടിലാണ് ഞാൻ കളിച്ചത്. അയ്യോ ഡിസ്കംഫർട്ട്. നിർത്തണായിരുന്നു. കട്ടിലൊന്നുമല്ലല്ലോ. പോയിന്റ് കൊടുത്തരാം. നമുക്ക് ജയിച്ച് കംബാക്ക് അടിച്ച് തിരിച്ചു വരാം. എനിക്ക് ഈ സമയം കളയാൻ പറ്റില്ലല്ലോ. എന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പ്രഷ്യസ് ആണ്. നീ തോക്കാറായപ്പോ വലിച്ചൂരെടുത്തത് നമ്മളായിട്ടാണ്. എന്റെ അളിയ ഇത് ഞാൻ ഇവിടെ ഇപ്പോഴും മുറുകിക്കൊണ്ടിരിക്കുക. മനസ്സിലായ നമുക്ക് ഒരു കാര്യം ചെയ്യാം. റീഫണ്ട് ഓർ പോൾ ഇടാം. റീഫണ്ട് വേണോ ചോദിക്കാം. എടാ ഞാൻ നീ എന്റെ PO നിന്റെ തൊട്ട് പുറകെ നീ എന്നെ ഇടിക്കുന്നവരെ എങ്ങനെ ഓടിച്ചത് നീ എന്റെ PO ഒന്ന് കണ്ടു നോക്കിയാളിയാ. പറ. അത് കണ്ടിട്ട് ആൾക്കാർ പറയട്ടെ. നല്ല ഞാൻ കളി മറക്കാനാ. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വോയിസ് ആണ് ശരിക്കുള്ള വോയിസ്. ഒരു സെക്കൻഡ് എന്റെ ഫോൺ അടിച്ചായിരുന്നു. ഇതിനുള്ളത് ഞാൻ അടുത്തതില് വെട്ടിക്കോളാം. 2 മിനിറ്റ് അത്ര പോകത്തില്ല. അതിന് മുമ്പ് ഞാൻ ഇവിടെ വെള്ളെടുത്ത് കിടക്കും. ആരാ സെക്കൻഡ്? ആരാ തേർഡ്? ഞാൻ തേർഡ്. ഡോൺ ചേട്ടൻ സെക്കൻഡ്. നമുക്ക് നോക്കാം. എല്ലാരും വോട്ട്. സെക്കൻഡ് തേർഡ് തേടിയിട്ടുണ്ടായിരുന്നു. കാരണം കാസ്ട്രോ അല്ല ജോയി അല്ല ഞാൻ അതിന് മുന്നേ ജോയിലും ഡീമണില്ല. ചെറിയൊരു മണ്ടത്തരം പറ്റി. അതുവഴി ഇറങ്ങി. അല്ലേ 2 പോയിന്റ് ആണല്ലോ. 2 പോയിന്റ് ആണല്ലോ. ഞാൻ ഇപ്പോഴും മേളിൽ കിടക്കാം. 3 പോയിന്റ് ടോപ്പിൽ. 4, 3, 2 എത്ര പോയിന്റ് ടേബിൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കിടക്കുന്നത്? ഞാൻ എത്ര സ്ഥാനത്താണ്? മൂന്നാമത് വോട്ടിന് താഴെ. ഒന്നാമത് എത്ര പോയിന്റ് ആണ്? 4. രണ്ടാമത് 3. മൂന്നാമത് 2. പിന്നെ 2 പിന്നെ 1. അപ്പൊ അടുത്ത കളി ഫസ്റ്റ് അടിച്ചാൽ തീരാവുന്നല്ലോ ഈ പ്രശ്നം എനിക്ക്. അതാണ് നിന്റെ പ്രശ്നം. നിനക്കുള്ള ഞാൻ സെക്കൻഡ് അടിച്ചാലും ഫസ്റ്റ് ചേർത്തില്ലല്ലോ. ഐ മീൻ പോയിന്റ് ടേബിളില്. ഗോട്ട് ഫാൻസിനോട് എനിക്ക് ഒന്നും പറയാനില്ല. അവരോട് എനിക്ക് ആദ്യം ഫ്രണ്ട് മേളിക്കാറല്ലേ എന്നിട്ട് സംസാരിക്കാം. ഈ സ്പോർട്സ് അവൻ എന്താ പാലമില്ലായിരുന്നു. ഇന്ത്യയിലെ സ്റ്റാർലിങ്ക് വന്നിരുന്നെങ്കിൽ ഞാൻ താറിനകത്ത് എന്റെ ക്യാമറ അറ്റാച്ച് ചെയ്ത് ഞാൻ അങ്ങനെ പോയേനെ. തോന്നിടത്ത് പോയിട്ട് 1 കോടി അയച്ചെന്നാ ഞാൻ ട്രൈ ചെയ്യാൻ. എടാ നീ അയച്ചു തന്നാൽ ഇവിടെ ലീഗലല്ലല്ലോടാ. അങ്ങനെ ഒപ്പിക്കാനാണ് എനിക്ക് എപ്പോഴും ഒപ്പിക്കുക. ഇവിടെ ലീഗലല്ലോ. എന്നെ പൊന്നു പിടിക്കൂലേ? ഒളിപ്പിച്ച് പോയി അല്ല എങ്ങനെ ഉപയോഗിച്ചാലും പിടിക്കും.
അളി മറ്റേ ഇങ്ങനെ എഴുതി വെക്കുക മറ്റേ സൺ ഡയറക്റ്റ് എന്നൊക്കെ അതിന്റെ മേലെ എഴുതി വെക്കുക. സ്റ്റാർലിംഗ് ഇവിടെ കിട്ടുമോ ഇനി? ഇല്ല സ്റ്റാർലിംഗ് ഇവിടെ കിട്ടും ഇന്ത്യയിലല്ല. ഇവിടെ കിട്ടും. ഇപ്പൊ ഖത്തർ എയർവേസിലെല്ലാം അതല്ലേ 40,000 ഫീറ്റിൽ ഇന്റർനെറ്റ് കിട്ടും. ഓ അതൊക്കെ എന്ത് കണ്ടുപിടുത്തല്ലേ. 40,000 ഫീറ്റിൽ നമുക്ക് ഇന്റർനെറ്റ് വൈഫൈ ടിക്ടോക്ക് ഒക്കെ കണ്ടിനി ഫ്ലൈറ്റിൽ പോവാം. ടിക്ടോക്കിലല്ലോ റീൽസ്. ഫ്ലൈറ്റിൽ എപ്പോഴും പോവാലോ. എപ്പോഴും പോകണം. അല്ല അങ്ങനല്ല അല്ല, റീൽസ് കണ്ടോണ്ട് പോകും. റീൽസ് എല്ലാം കണ്ടോണ്ട് ഇപ്പോഴും പോവാം. എപ്പോഴും മറ്റേ സ്കൈ ടൈം അവരും കഷ്ടപ്പെട്ടവൻ കണ്ടുപിടിച്ച് പറഞ്ഞില്ല. നല്ലൊരു കാര്യം പറഞ്ഞല്ലേ അതാണ്. ഞാനും പറഞ്ഞ കാര്യോ ഫ്ലൈറ്റിൽ ഇപ്പോഴും